വള്ളംകളി വള്ളംകളി വള്ളംകളിയേ തോടുരുത്തു പുഴയിലെ വള്ളംകളിയേ വള്ളംകളി വള്ളംകളി വള്ളംകളിയേ ഊരിന്റെ തുഴയാടി വള്ളംകളിയേ വള്ളംകളി വള്ളംകളി വള്ളംകളിയേ കുരിശിന്റെ തിരുനാളിൽ 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 വള്ളംകളിയേ വള്ളംകളി വള്ളംകളി വള്ളംകളിയേ തൊടുരുത്തു പുഴയിലെ വള്ളംകളിയേ വള്ളംകളി വള്ളംകളി വള്ളംകളിയേ കുരിശിന്റെ തിരുനാളിൽ വള്ളംകളിയേ. ഇത് നടക്കാൻ പോകുന്നത് വളരെ ഗംഭീരമായ ഒരു കർമ്മമാണ്. പ്രാക്ക് ആശീർവാദമാണ്. കഴിഞ്ഞ വർഷത്തെ JBR വിജയി താടിയം വെള്ളത്തിൽ ഇന്നത്തെ വികാരി ജോലി ചെറുപ്പാട്ട് പ്രാക്ക് ആശീർവദിച്ച് കൊണ്ടുവരുന്നു. ഫാദർ വിപിൻ പ്രാക്ക് ആശീർവദിക്കുന്നു. അങ്ങനെ മഹനീയമായ ഈ ഒരു അനുഗ്രഹീതമായ നിമിഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പ്രാക്ക് ആശീർവാദ കർമ്മമാണ്. അനുഗ്രഹീതമായ സാന്നിധ്യമായി ഫാദർ വിപിൻ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ വിജയിയായ താടിയം വാളത്തിൽ പ്രാക്ക് ആശീർവാദം നടക്കുമ്പോൾ മഹനീയമായ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കാം. മറ്റു വള്ളങ്ങൾ മത്സരങ്ങൾക്ക് തയ്യാറായി ഉടനെ മാതൃഭാഷയായിട്ട് അങ്ങോട്ടേക്ക് പോകേണ്ടതാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. എത്ര സുന്ദരമായ കാഴ്ചയാണ്. തുഴകൾ ഉയർത്തി പല നിറത്തിലുള്ള തുഴകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുണ്ട് ഈ JBRനെ സുന്ദരമാക്കാൻ ആവശ്യകരമായ പോരാട്ടങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഈ ഒരു പ്രാക്കിലൂടെ കുതിച്ചു വരുവാനായിട്ട് തയ്യാറായി നിൽക്കുന്നവരാണ് ഞങ്ങളെന്നുള്ള ഒരു ഭാവം പകർന്നു നൽകിക്കൊണ്ട് സുന്ദരമായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് ഇതാ ഘോഷയാത്ര ആരംഭിക്കുകയാണ്. എറണാകുളം ജില്ലാ കളക്ടർ ശ്രീമതി ജി പ്രിയങ്ക IASനെ JBRലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. തെയ്യാറമ്പാട് തുടങ്ങി ദൈവത്തിന്റെ നക്ഷത്രങ്ങൾ വിരിച്ചുകൊണ്ട് പ്രൗഢമായ 88ാമത് കോവിഡ് ജലമാമാങ്കത്തിന്റെ പ്രാദേശികർമ്മം നിർവഹിച്ചു കഴിഞ്ഞു. ഇനി പോരാട്ടങ്ങളുടെ രാജഭീതിയൊരുക്കി ഈ പെരിയാറിന്റെ കൈവഴിയിൽ 88ാമത് ജലമാമാങ്കത്തിൽ എത്തിക്കഴിയുമ്പോൾ മൈവാഹനവും കോവിഡും ശ്രീമുരുകനും മണത്താതുരുത്തും വടക്കുംപുറവും പമ്പ്ലാവാസനും സെയിന്റ് സെബാസ്റ്റ്യനും ചെറിയൂർത്തിനും എന്റെ ഗുഹാൽമാരും സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 പൊന്നിമത്തമ്മയും താണിയും പുത്തൻപറമ്പിൽ ജ്യോതിരത്ത് പുത്രനും തുരുത്തിപ്പുറവും മറക്കാനാവാത്ത ഒരു വീറും വാശിയും നിറഞ്ഞ മത്സരത്തിന്റെ ആവേശത്തിന്റെ മുകളിലേക്ക് ഉയർത്തുന്ന ഒരു മഹാമത്സരത്തിന് ഈ ഗോകുലത്ത് JBR വേദിയൊരുക്കുകയാണ്. ആവേശകരമായ പ്രോത്സാഹനമായ വിശുദ്ധ കുരിശിന്റെ നാടിനോട് SSC സംഘടിപ്പിക്കുന്ന 88ാമത് ജലമാമാങ്കത്തിന് കേരളത്തിൽ പേരുവിട്ട 16 ജില്ല രാജാക്കന്മാർ അങ്ങനെ പെരിയാറെപ്പാടി വെള്ളത്തിൽ വെള്ളി നക്ഷത്രങ്ങൾ വിരിച്ചുകൊണ്ട് അങ്ങനെ കടന്നു പോകുമ്പോൾ കഴിഞ്ഞ വർഷത്തെ വിജയികളായ താടിയിൽ അവരുടെ പ്രിയപ്പെട്ട ഈ കാര്യത്തിൽ താടിയിൽ വെള്ളത്തിൽ കയറി പ്രാക്ക് അഭിഗ്രഹങ്ങളുണ്ട്. പ്രാക്ക് ആശീർവദിക്കുകയാണ്. വിശുദ്ധ കുരിശിന്റെ അനുഗ്രഹ സാന്നിധ്യമാണ്. നമുക്കറിയാം നല്ലൊരു കാലാവസ്ഥ, നല്ലൊരു അന്തരീക്ഷം, പുഴയിൽ നിറയെ വെള്ളം. അങ്ങനെ ഈ പെരിയാറും ഒരു സുന്ദരിയായി അണിഞ്ഞിരിക്കുമ്പോൾ ഈ ജലമാമാങ്കം ഘോഷയാത്രയുടെ ആശീർവാദത്തിനുള്ള ഒരു മോശമായിട്ടുള്ള ദൃശ്യമാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പൈസൻ മാസ്റ്റർ സ്നേഹ സാന്നിധ്യം കൊടുക്കുന്നത് നമ്മുടെ കൂടെയുണ്ട്. പൈസൻ മാസ്റ്ററെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കാറ്. പൈസൻ മാസ്റ്റർ എപ്പോഴും ഈ കലാരൂപത്തെ ഈ കലാരൂപം മാത്രമല്ല
അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നമ്മളുടെ ബെഞ്ചമിൻ കെയുടെ ഏറ്റവും അടുത്ത റിലേഷനാണ് ടൈസൺ മാസ്റ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈസൺ മാഷിനെ ഒരിക്കലും നിരസിക്കാൻ കഴിയില്ല. അപ്പോൾ ടൈസൺ മാഷിന്റെ സ്നേഹ സാന്നിധ്യമുണ്ട്, നമ്മുടെ അനന്തം മാസ്റ്ററുണ്ട്, അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, അങ്ങനെ നമ്മുടെ പഞ്ചായത്തിന്റെ കളക്ടറുണ്ട്, പ്രിയങ്കാജിയുണ്ട്, അവരുടെ IAS, അവരുടെ നമ്മുടെ വികാരിയച്ഛനുണ്ട്, പിന്നെ ജാക്സനച്ഛനുണ്ട്, ജോയിയച്ഛനുണ്ട്, റോബിനച്ഛനുണ്ട്. ഇവരുടെയൊക്കെ സ്നേഹ സാന്നിധ്യം നമുക്ക് വിൽപ്പറ്റച്ഛനുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ജോണിയൻ ക്ലാസ്സേരി അല്ലേ, ഗോകുലത്ത് ക്ലബിലെ മെമ്പറാണ് ഇപ്പോൾ ജോലിച്ചത്. കാരണം അത്രയേറെ സ്നേഹ ബന്ധങ്ങളാണ് നമുക്ക് ഇവിടെ സൃഷ്ടിക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഈ സ്നേഹത്തിന്റെ, ഈ കരുതലിന്റെ, ഈ ചേർത്തുപിടിക്കലിന്റെ ഒരു വലിയ 88ാമത് വള്ളംകളി എന്ന് പറയുമ്പോൾ ഈ 88ാമത് വള്ളംകളിയുടെയും സ്നേഹമായിട്ട് നിൽക്കുന്നത് ഒരു നല്ല ബന്ധങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ബാക്കിയുള്ള പരിപാടികളിലേക്ക് നമ്മൾ കടക്കുകയാണ്. 88ാമത് ഗോകുലത്ത് വള്ളംകളിക്ക് മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് കൈപ്പമാട് എംഎൽഎ ശ്രീ ടൈസൺ മാസ്റ്റർ. ഏതാനും വാക്കുകൾ സംസാരിക്കുന്നതിനായി ടൈസൺ മാസ്റ്റർ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട യോഗ നമ്മുടെ ഇന്നത്തെ ഗോകുലത്ത് വള്ളത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട വി സതീശൻ, സൈനികരായിരിക്കുന്ന നമ്മുടെ എറണാകുളത്തിന്റെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ, അതുപോലെ ജില്ലാ പഞ്ചായത്തിലെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ബന്ധപ്പെട്ട എല്ലാവരും വേദിയിൽ സന്നിഹിതരാണ്. മാത്രമല്ല നമ്മുടെ ഗോകുലത്ത് വള്ളങ്ങളുമായി ബന്ധപ്പെട്ടതിൻ്റെ സംഘാടകർ, പ്രിയപ്പെട്ട നാട്ടുകാർ, സഹോദരി സഹോദരന്മാർ, ഈ വളരെ സന്തോഷവും നിലനിൽക്കുന്ന ആളുകളെല്ലാവരും അഭിമുഖം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഒരു വർത്തമാനത്തിന് പ്രാധാന്യമുണ്ട്, സാങ്കത്യമുണ്ട് എന്ന് കരുതുന്നില്ല. നമുക്ക് നമ്മുടെ കേരളത്തിലെ ചെറുതായ ഏറ്റവും നല്ല ഒരു മത്സര ഇനമായി നമ്മുടെ വള്ളംകളി മാറുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. 1952 ഡിസംബർ മാസത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നെഹ്റു ആലപ്പുഴ പുന്നമടക്കായലിൽ ഇതിൻ്റെ ജലോത്സവം ആയി ബന്ധപ്പെട്ട് വരികയും യഥാർത്ഥത്തിൽ കേരളത്തിൽ ജലോത്സവങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ പദവി ലഭിക്കാൻ ലോകം മുഴുവൻ അറിയപ്പെടാനുള്ള ഒരു കായിക രൂപമായി മാറാനൊക്കെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് എന്ന് നമുക്ക് തീർച്ചയായും. അത് പ്രൈം മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന വള്ളംകളി പിന്നീട് നെഹ്റു ട്രോഫി എന്ന രീതിയിൽ അറിയപ്പെടും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറുകയാണ്. തീർച്ചയായും ജനങ്ങളെല്ലാം മതിൽ വളർന്ന് പങ്കെടുക്കുന്നു. ഒരുപാട് ആളുകളുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ ഈ ജലോത്സവം തീർച്ചയായും നമുക്ക് ഗോകുലത്ത് ജലോത്സവം നമ്മുടെ എല്ലാം അഭിമാനകരമായ ഒരു കാര്യമാണ്. ഒട്ടും ബോധിപ്പിക്കുന്നില്ല. ഈ ജലോത്സവത്തിന്റെ സംഘാടന സമിതി എനിക്ക് തോന്നുന്നു കുറേ ദിവസങ്ങളായി വളരെ പ്രയാസപ്പെട്ട് ആളുകളുടെ ലക്ഷ്യത്തിലേക്ക് ഈ മനോഹരമായ വള്ളംകളിയിലേക്ക് ചേർത്തിരിക്കുന്നത്. പങ്കെടുക്കുന്നവരെയും സംഘാടകരെയും ജനങ്ങളെയും എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തണം. ആ മനോഹരമാണ് നിങ്ങളുടെ ശബ്ദം. ഇവിടെ രേഖപ്പെടുത്തിയാണ് കേരളത്തിലെ സാംസ്കാരിക പൈതൃകത്തിന്റെയും വള്ളംകളിയുടെയും പ്രചാരണത്തിന്റെ ഭാഗമായി ഒരുമയുടെയും ഒക്കെ ഒരു ദിനമാണ്. ഈ നാടിന്റെ വികസനത്തിന് ഉപയോഗിക്കുന്ന ഒരു തരമാണ് ഇത്. അത്തരത്തിന് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ഈ ഗോകുലത്ത് പ്രദേശത്തുള്ളവരൊക്കെ ഒരുമിച്ച് അണിനിരക്കുമ്പോൾ അതിന് അവരുടേതായിട്ടുള്ള എല്ലാവിധ സംഭാവനകളും ഒക്കെ അതിനായി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ലോകത്തിന്റെ
88ാമത് വളരെയേറെ സാമ്പത്തിക ബാധ്യതയുള്ള ഒരു മത്സരം തുടർച്ചയായി നടത്താൻ ഈ ജലോത്സവമേള വളരെ ഗംഭീരമായി പറയുന്നതിൽ വളരെ അഭിമാനമുണ്ട്, വളരെയേറെ സന്തോഷമുണ്ട്. വടുക്കുംപുറത്തിലെ 3 വാണിംഗ് പെണ്ണുകൾ കൊടുത്ത് കാത്തിരുന്നു. കാത്തിരുന്നിട്ടും വരാത്ത വടുക്കുംപുറത്തെ കാത്തിരിക്കാൻ ഇവിടുത്തെ കാണികൾ അത്രയ്ക്കും ക്ഷമയുള്ളവരല്ല. ആദ്യപാദ മത്സരം വടുക്കുംപുറവും പമ്പാവാസനും തമ്മിലുള്ളതായിരുന്നു. പമ്പാവാസൻ ആൻസമാശ പമ്പാവാസൻ ഏത് ട്രാക്കിലാണ്? പമ്പാവാസൻ ബി ട്രാക്കിലൂടെ കടന്നു വരികയാണ്. എ ട്രാക്കിൽ ബ്രോസിലൂടെയാണ്. പ്രിയമുള്ള കാണികളെ, ജലോത്സവ പ്രേമികളെ, നിങ്ങളൊക്കെ ട്രാക്കൊക്കെ എന്ന് അറിഞ്ഞിരിക്കണം. വിശുദ്ധ കുരിശിന്റെ ദേവാലയത്തിനോടനുബന്ധിച്ചിട്ടുള്ളതാണ് എ ട്രാക്ക് എന്ന് പറയുന്നത്. പാവനമായ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ വലിയ പുണ്യഭൂമിയായിട്ടുള്ള മൂർത്തകുന്നം ആ കരയോട് ചേർന്നുള്ളതാണ് നമ്മളുടെ ബി ട്രാക്ക് എന്ന് പറയുന്നത്. ബി ട്രാക്കിലൂടെ പമ്പാവാസൻ കടന്നു വരികയാണ്. BBC ഇല്ലിക്കൽ ഭരിക്കുന്ന നമ്മുടെ അക്ഷയ പ്രജിത്ത് ക്യാപ്റ്റനായിട്ടുള്ള ബിനു ഇല്ലിക്കൽ, വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ലീഡിംഗ് ക്യാപ്റ്റൻ ശരത് ഇല്ലിക്കലാണ്. അന്യം ഹരീഷ് ഇല്ലിക്കല്, അമരം ശരത് ഇല്ലിക്കലാണ്. അങ്ങനെ പമ്പാവാസൻ ഒറ്റയ്ക്ക് നീല പങ്കായമൊക്കെ ആഞ്ഞുതുളഞ്ഞ് അങ്ങനെ പമ്പാവാസൻ എന്ന് പറയുമ്പോൾ സാക്ഷാൽ അയ്യപ്പനാണ്. അയ്യപ്പന്റെ പ്രൗഢമായ ആ പുലിപ്പുറത്ത് കയറി അങ്ങനെ അയ്യപ്പൻ അങ്ങനെ കടന്നു വരുന്ന മനോഹരമായ ഒരു കാഴ്ച. അവന് ആരും കൂടെയില്ലെങ്കിലും ഒരു വാശിയും വീടും ഒക്കെ പ്രകടമാക്കി 88ാമത്തെ മത്സരം, 88ാമത് മത്സരത്തിൽ പമ്പാവാസൻ ആ സാക്ഷാൽ അയ്യപ്പൻ അങ്ങനെ കടന്ന് വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശരത്തിലും ബിനു ഇല്ലിക്കലും ഒക്കെ നിന്നുമുടികളും സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 തമ്മിലുള്ള മത്സരമാണ്. പ്രിയപ്പെട്ട ജിബിസാറ് റഫറിയാണ്, നമ്മുടെ സ്റ്റാഫറാണ്. അങ്ങനെ സ്റ്റാഫ് പൊന്നിയനത്തമ്മ, അങ്ങനെ പൊന്നിയനത്തമ്മ YKP പാടൂരിന്റെ പൊന്നിയനത്തമ്മ അങ്ങനെ അവർ പ്രേരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രേരണ നടക്കുമ്പോൾ നിങ്ങളൊക്കെ സ്റ്റാർട്ടിംഗ് പോയി ക്യാപ്റ്റൻസിയുടെ മികവില്, രാഹുൽ ടീച്ചർ വൈസ് ക്യാപ്റ്റൻസിയുടെ മികവില്, ഗിരിയുടെ നേതൃത്വത്തില്, അണിയത്ത് ഗിരിയുടെ കരുത്തിൽ അങ്ങനെ എ ട്രാക്കിലൂടെ ശ്രീമുരുകൻ കടന്നു വരുമ്പോൾ ഈ ട്രാക്കിലൂടെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 KBC കുറുമ്പത്തുരുത്തിന്റെ കരുത്തില്, ആന്റണി ജോസഫിന്റെ ക്യാപ്റ്റൻസിയുടെ മികവില്, റോബിൻ ആന്റണിയുടെ വൈസ് ക്യാപ്റ്റൻസിയുടെ മികവില്, മാർക്സാലിന്റെ നേതൃത്വത്തില്, അതുലാന്റണിയുടെ നേതൃത്വത്തില്, ടൈറ്റന്റെ അമരത്ത് അതുലിന്റെ അണിയത്തിന്റെ കരുത്തില് ഒറ്റക്കണ്ടത്തിൽ കൺസ്ട്രക്ഷൻ സ്പോൺസർ ചെയ്യുന്ന ആവേശകരമായ 2 വള്ളങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് പറന്നു വരുന്ന കാഴ്ച കണ്ടില്ലേ? എ ട്രാക്കിലൂടെ ശ്രീമുരുകൻ, ബി ട്രാക്കിലൂടെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 കരങ്ങളിലേന്തിയ തുഴകളുടെ കരുത്ത് ഈ പെരിയാറിന്റെ കൈവരികളിലേക്ക് അങ്ങ് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ഇതാ പറന്നു വരുന്ന കണ്ടില്ലേ? കയ്യടികളുടെ ആ ഒരു കുറവ് നികത്തുവാനായിട്ട് എന്റെ കാണികളെ ആദ്യത്തെ മത്സരമല്ലേ, മത്സരം എന്ന് പറയുന്ന ആദ്യത്തെ മത്സരമല്ലേ, ചുമ്മാ ഇരിക്കാതെ ആ രാജകീയമായ പാതയിലൂടെ ഇരുവള്ളങ്ങളെയും കൈയടിച്ച് ആർപ്പുവിളികളോടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഇത്ര മനോഹരമായ മത്സരം. എ ട്രാക്കിലൂടെ ശ്രീമുരുകൻ, ബി ട്രാക്കിലൂടെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 വിട്ടു തരില്ല എന്ന തീരുമാനത്തോടെ, ഉറപ്പുള്ള തീരുമാനത്തോടെ ശംഖ് പൊട്ടി വലിക്കുന്ന തുളച്ചിൽക്കാരുടെ ശംഖുറപ്പുള്ള മുന്നേറ്റം കാണുന്നില്ലേ? ശ്രീമുരുകനാണോ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ആണോ? ആരാണ് വിജയിക്കുക, ആരാണ് പരാജയപ്പെടുക? ഒരൊറ്റ കയ്യടി മതി, ഒരു ആർപ്പിയിൽ മതി ആ ഒരു മുന്നേറ്റത്തിന് കൂടുതൽ കുടിച്ചു പോകുവാനായിട്ട്. ആവേശത്തോടെ തിരിഞ്ഞു വരുമ്പോൾ അതിന്റെ ആ ഒരു പ്രയത്നമുണ്ടോ? ഇല്ല, വിട്ടുതരില്ല, പ്രതീക്ഷിക്കത്തോടുന്നില്ല. ആവേശം ഒട്ടിച്ചേരാത്ത ആ ഒരു അഭിവൃദ്ധി കുറിച്ച് അഭിവൃദ്ധി കുറിച്ച് കുടുംബത്തിരിക്കുന്ന കുറിച്ച് ശ്രീമുരുകൻ 2 മിനിറ്റ് 7 സെക്കൻഡ് അങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് കുതിച്ചെത്തിയ 2 വള്ളങ്ങൾ. ആ വള്ളങ്ങളുടെ കുതിപ്പിന് ശേഷം ട്രാക്കിലേക്ക് ചുമ്മാ അങ്ങ് ഓടി നടക്കല്ലേ പിള്ളേരെ പോലെ. ഈ സ്കൂൾ ബെല്ലൊക്കെ അടിക്കുമ്പോൾ ബെല്ലടിച്ചിട്ടും കയറാത്ത പിള്ളേരെ പോലെ ഇങ്ങനെ ഓടി നടക്കല്ലേ. അവിടെ ട്രാക്ക് ക്ലിയർ ചെയ്യുന്നതാണ്.
ഓക്കെ, പ്രിയപ്പെട്ട ചെങ്ങാതിമാരെ, പാട്ടും ചുവടുകളും ഒക്കെ അടിപൊളിയാണ്. ഇത് വിജയിക്കുക എന്നുള്ളത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് അനുഭവിച്ചറിയാം. നമ്മുടെ മിഴികൾക്ക് മുന്നിലൂടെ അവരിങ്ങനെ പാടി വരുമ്പോൾ ചുമ്മാ ഇരിക്കരുത്. ഈ വെയിലിന്റെ ആ ഒരു അസ്വസ്ഥതയൊന്നും നമ്മെ എന്താ പറയാ ബാധിക്കാത്ത തരത്തില് കൈയടിച്ചും മാർപ്പ് വിളിച്ചും കട്ടയ്ക്ക് കൊണ്ട് നിൽക്കുന്ന ഒരു വട്ടം ചങ്കോട് ചങ്കായി നിൽക്കുന്ന ഒരു ഓഡിയൻസ്, കായിക പ്രേമികൾ, അത് ഈ നാടിന്റെ ഫിനിഷിംഗ് പോയിന്റിന്റെ അപ്പുറത്ത് കിടക്കുന്ന ആളുകൾ. ക്യാപ്റ്റൻ രഞ്ജിത്ത് ചങ്ങാട്ടിപ്പറമ്പിലെ എതിരാണ്. അമരത്ത് പ്രശാന്താണ്. അണിയൻ സുരേഷ് രൂപതിയാണ്. നമുക്കറിയാം ഗോകുലത്തിലെ ആദ്യത്തെ വഞ്ചിയായിരുന്ന അപ്പച്ചാത്ത് വഞ്ചിയാണ്. ഈ അപ്പച്ചാത്ത് വഞ്ചി നമ്മുടെ തളിയത്ത് കുടുംബക്കാര് വാങ്ങി അതിന്റെ ഞാറക്കൽ സ്വദേശി ഞാറക്കൽ സ്വദേശി അച്യുതൻ വാങ്ങി അതിനെ മയിൽവാഹനാക്കി. അങ്ങനെ മയിൽവാഹൻ ഗോകുലത്തും നമ്മുടെ ഗോകുലത്തിന്റെ ആറാം തമ്പുരാനായി അറിയപ്പെടുന്ന വാഴ്ത്തപ്പെടുന്ന ഗോകുലത്ത് നമ്മുടെ സാധു ആചാരി 2019 പണിഞ്ഞ ആ ഗോകുലത്ത് വള്ളം നേതാക്കളിലൂടെ കടന്നു വരുമ്പോൾ അതിന്റെ സിജു വെള്ളത്ത് എന്നറിയപ്പെടുന്ന സിജു അങ്ങനെ കുത്തി എറിഞ്ഞുകൊണ്ട് ഉജ്ജ്വലമായ വൈഡൂര്യ കലിപോലെ തിളങ്ങുന്ന രണ്ട് നക്ഷത്രങ്ങൾ കലിയറങ്ങാത്ത കാട്ടുമുപ്പനെ പോലെ അയ്യറ പോയടാ എന്ന് പറഞ്ഞുകൊണ്ട് ഉജ്ജ്വലമായ ഒരു വട്ടം കാടുകളുടെ സത്യവിപ്പിട്ട് താളം പോലെ പതിവറിയിക്കുന്ന ഒരു മനോഹരമായ വട്ടം. അതിന് ഗോകുലത്താണോ മയിൽവാഹനാണോ ഒപ്പത്തിനൊപ്പം പറന്ന് അങ്ങനെ കുതിച്ച് അവരങ്ങനെ ഗോകുലത്തും മയിൽവാഹനും തീരുവിടർത്തി ആടി. അങ്ങനെ ഗോകുലത്തിന്റെ വകയുണർത്തി ഉയർത്തിക്കൊണ്ട് ജയിസനും സിജുവുമൊക്കെ അങ്ങനെ കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ്ങിന്റെ തീവ്രത, ആ ശക്തി ഒട്ടും തന്നെ ചോർന്നു പോകാതെ 650 മീറ്റർ ദൂരത്തോളം ഫയർഫോഴ്സ് നമ്മുടെ ഫയർഫോഴ്സ് വിഭാഗങ്ങളുടെ നാലാം പാഠപക്ഷങ്ങള് കാട്ടിൽ പണിയുന്നത് ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. തുഴകളേന്തുന്ന തുഴച്ചിൽക്കാരുടെ ആ ഒരു കരുത്തില് ഈ ഒരു മത്സരം ആരംഭിക്കുമ്പോൾ കേട്ടാ രണ്ടുപേരും അവിടെ ഇരിക്കുക. കേട്ടാ സിദ്ധോ ഓക്കെ. തുഴകളേന്തുന്ന തുഴച്ചിൽക്കാരുടെ കരുകൾക്ക് കരുത്ത് പകരുന്ന ആർപ്പുവിളികളും കയ്യടികളും സമ്മാനമായി കൊടുക്കുമ്പോൾ ആ കരുത്തിൽ മുന്നോട്ട് കുതിക്കുന്ന വള്ളങ്ങളെ കണ്ടോ? നിങ്ങൾ കണ്ടെങ്കിൽ കൈയടിക്കണം, കണ്ടെങ്കിൽ ആർപ്പ് വിളിക്കണം, കണ്ടെങ്കിൽ അവരെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് മാടി വിളിക്കണം. പേര് വേണം മക്കളെ എന്ന് ഉറച്ചു വിളിക്കണം. ആ തിരമുക തിരമാലക പോലെ ഇരു കരകളിൽ നിന്നും ആവേശം ഉയരത്തെ. ആ ആവേശം കൊടുക്കാറ്റ് കണക്ക് കൈയടികളായും ആർപ്പുവിളികളായും ഈ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിക്കട്ടെ. കാരണം ഇത് GBR ആണ്. ഇരുട്ടുകുത്തിവള്ളങ്ങളുടെ നെഹ്റു ട്രോഫി തിരികെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അഭിമാനത്തോടെ ഓരോ തുഴച്ചിൽക്കാരനും ശിരസുയർത്തിയായിരിക്കണം കടന്നു ചെല്ലേണ്ടത്. ദേവരാജയങ്ങളുടെ കഥകളെക്കാളപ്പുറം പോരാട്ടത്തിന്റെ ആ നിമിഷങ്ങൾ സമ്മാനിക്കുവാനായിട്ട് രണ്ട് വള്ളങ്ങൾ കടന്നു വരികയാണ്. മടപ്ലാതുരത്താണോ ചെറിയ മണ്ണിലാണോ ഏട്ടാക്കിലൂടെ മടപ്ലാതുരത്ത് ABC കൊറങ്കോട്ടയുടെ ആ മനോഹരമായ കാഴ്ച. ഒരൊറ്റ കുറവ് മാത്രമേ ഉള്ളൂ. കൈയടിക്കുന്നില്ല, ആർപ്പ് വിളിക്കുന്നില്ല. ഇത് GBR ആണ്. GBRന്റെ ആവേശം ആർപ്പുവിളികളാണ്, കൈയടികളാണ്. ഈ ഒരു പാട്ടും ചൂടുമൊക്കെ ആയിട്ട് ആവേശകരമായിട്ട് അങ്ങ് കടന്നു വരികയാണ്. മടപ്ലാതുരത്ത് ചെറിയ മണ്ണിന് ഏട്ടാക്കൽ മടപ്ലാതുരത്ത് അഭിപ്രായത്തിലൂടെ ചെറിയ മണ്ണിന് പോരാട്ടം. ക്യാമറ കണ്ണുകളെ പോലും കൃത്യമായ രീതിയിൽ സ്റ്റാർട്ടിംഗ് കൊടുക്കുവാനും കരുത്തുള്ള ഒരു സ്റ്റാർട്ടറാണ്. കേരളം അറിയുന്ന ഒരു സ്റ്റാർട്ടറാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട കളിവള്ളങ്ങൾ കാലഘട്ടത്തിൽ ഗോകുലത്തുപുത്രൻ നീരണിഞ്ഞപ്പോൾ ആ 2018 മുതൽ 18 വെള്ളപ്പൊക്കമായിരുന്നു. പക്ഷെ 2019 മുതൽ അതിന്റെ ഭരണസാഹിത്യം ക്യാപ്റ്റൻ സ്ഥാനം അലങ്കരിച്ചത് നമ്മുടെ ജൂഡ് തന്നെയാണ്. ഇന്നും ഈ 88ാമത് വള്ളംകളിയിലും ജൂഡ് ആ ഗോകുലത്തുപുത്രന്റെ ക്യാപ്റ്റൻ സ്ഥാനം നിർവഹിക്കുമ്പോൾ അതിന്റെ അമരത്ത് സുനിയാണ്, അണിയത്ത് സനുവാണ്. PM ജലോത്സവത്തിൽ നമുക്ക് 2025 ഒന്നാം സ്ഥാനം ലഭിച്ച ഗോകുലത്തുപുത്രൻ ഏക്ലാക്കിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ ഹരിമാൻ നമ്പർ 1 യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പുളിയന്തുരുത്തിന്റെ ബിനീഷ് പുളിയന്തുരുത്ത് ക്യാപ്റ്റനായിട്ടുള്ള കണ്ടൻ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ലീഡിംഗ് ക്യാപ്റ്റൻ പ്രണവായിട്ടുള്ള സുഭാഷ് അമരൻ
കടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഹനുമാന്റെ ഒരു പ്രൗഢി വീണ്ടും നിലനിർത്തുമ്പോൾ മുഴുവൻ ആവേശവും ജനങ്ങൾ ആവാഹിച്ച് അവരങ്ങനെ കടന്നു വരുമ്പോൾ ഹനുമാനും പുത്രനും തമ്മിലുള്ള ഉജ്ജ്വലമായ പ്രോജ്വലമായ അങ്ങനെ തടുത്ത മത്സരം എന്റെ കാണികളെ നിങ്ങളൊന്ന് നോക്കൂ. എത്ര മനോഹരം, എത്ര മനോഹരം. ഒപ്പത്തിനൊപ്പം പുത്ര ഹനുമാനെ, ഹനുമാനെ പുത്ര, ഹനുമാനെ പുത്ര. അങ്ങനെ പുത്രനും ഹനുമാനും തമ്മിൽ നല്ല ചുണക്കുട്ടന്മാര് പല വള്ളങ്ങളിലായിട്ട് DBRന്റെ ആവേശം കൂടുതൽ മികവിലേക്ക് ഉയർത്തുവാനായിട്ട് ഒരേ തരത്തിലുള്ള രണ്ട് കൂട്ടായ്മകൾ, ആ കൂട്ടായ്മകളുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലം, ആ ഒരു തുറച്ചില്, ആ ഒരു പോരാട്ടം കാണുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഈ ആകാംക്ഷയുടെ വള്ളങ്ങളൊക്കെ രണ്ടാമത് മത്സരം ആവേശം ഒട്ടും കുറയാതെ ഇല്ല, വിട്ടുതരില്ല, വിട്ടുകൊടുക്കില്ല. GBR എന്നുള്ളത് ഓരോ തുറച്ചിൽക്കാരന്റെയും ഓരോ വള്ളങ്ങളുടെയും സ്വപ്നമാണ്. ആ സ്വപ്നത്തെ ചങ്കോട് ചേർക്കുവാൻ തീരുമാനിച്ചുറപ്പിച്ച രണ്ട് വള്ളങ്ങൾ പുത്തൻപറമ്പിൽ പൊന്നരത്തമ്മ യുവജന കലാസമിതി പാടൂരിന്റെ കരുത്തിൽ പൊന്നരത്തമ്മ നമ്പർ 1 കടന്നു വരുമ്പോൾ വീരസേനാപതി ഒരുമനയൂരിന്റെ കരുത്തിൽ ഇതാ പുത്തൻപറമ്പിൽ കടന്നു വരികയാണ്. യുദ്ധഭൂമിയിലെ പോരാളികളെ പോലെ ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു സ്വപ്നം, ഒരേ ഒരു ചിന്ത, അതെ വിജയം. ജയത്തിൽ കവിഞ്ഞ് ഒന്നും ആഗ്രഹിക്കാത്ത തുഴച്ചിൽക്കാരുടെ കടന്നുവരവ് കണ്ടോ. ഒന്നിച്ച് നിന്ന്, ഒന്നിച്ച് വന്ന്, ഒന്നിച്ച് തുഴഞ്ഞ്, ഒന്നിച്ച് പരിശീലിച്ച് മനസ്സുകളെ ഒരേ നൂലിൽ ചേർത്ത് കോർത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഇവിടെ ഈ കാണുന്ന ഫിനിഷിംഗ് പോയിന്റിലേക്ക് ദൂരം പിന്നിട്ട് ചങ്ക് പൊട്ടി തുഴഞ്ഞു വരുന്ന തുഴച്ചിൽക്കാരെ കാണുമ്പോൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കില്ലേ, ഒന്ന് കൈയടിച്ച് ആർപ്പം വിളിച്ച് ആ രണ്ട് വള്ളങ്ങളെയും പുത്തൻപറമ്പിലെയും പൊന്നരത്തമ്മയെയും ഫിനിഷിംഗ് പോയിന്റിലേക്ക് സ്വീകരിക്കാൻ പോയിട്ട് ചായാതെ ചരിയാതെ വള്ളത്തെ നേരെ നയിക്കുന്ന അമരത്തിന്റെ കരുത്ത് കണ്ടോ. അതെ, അണിയത്തിന്റെ കരുത്ത് കണ്ടോ. ദീർഘവീക്ഷണത്തോടെ എത്ര സമയം കൊണ്ട് തുഴഞ്ഞെത്തും എന്നുള്ള വീക്ഷണത്തോടെ അതാ അണിയത്തെ നയിക്കുന്ന അണിയത്തെ തുഴച്ചിൽക്കാരുടെ കരുത്ത് കണ്ടോ. പിന്നിലുള്ള തുഴച്ചിൽക്കാർക്ക് ആവേശവും കരുത്തും പകർന്നുകൊണ്ട് നേർവഴിയിലൂടെ നയിക്കുന്ന അണിയത്തിന്റെ കരുത്ത്, തുഴച്ചിൽക്കാരുടെ കരുത്ത്, പുത്തൻപറമ്പിന്റെ കരുത്ത്, പൊന്നരത്തമ്മയുടെ കരുത്ത്, ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടം. അകലം നയിക്കുന്ന നിരഞ്ജൻ അണിയത്ത് കരുത്തു പറയുന്ന രഞ്ജൻ ഇരുവാട്ടത്തിന്റെ രഞ്ജന്റെ കരുത്ത് കൂടിയാകുമ്പോൾ മണികണ്ഠ കവിതാപറമ്പില് അമരത്ത് നയിക്കുമ്പോൾ കുറിച്ചുപുറം TVC കുറിച്ചുപുറത്തിന്റെ നാടിന്റെ കൂട്ടായ്മയുടെ കരുത്തിൽ മുന്നോട്ട് കുറിക്കുമ്പോൾ തിയറി ഒബ്സർവാണ് അതിന്റെ ക്യാപ്റ്റനായിട്ട് കൂടെയുള്ളത്. ഇപ്പോൾ നടന്ന വള്ളങ്ങളുടെ രണ്ടാമത്തെ ഹീറ്റ് മത്സരത്തിൽ കുറിച്ചുപുറം ബി ട്രാക്കിലൂടെ കടന്നു വരുവാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. TVC കുറിച്ചുപുറത്തിന്റെ കരുത്ത് തിയറി ഒബ്സർവാകുന്ന ആ ഒരു പ്രവാസിയല്ല വിദേശികളുടെ നാടിന് കേരളത്തോടുള്ള സ്നേഹം പ്രകടമാക്കുന്ന അദ്ദേഹത്തിന്റെ നമ്പർ 1 കടന്നു വരുന്ന ഗോവിന്ദത്തിന്റെ പുണ്യാളത്തെ പേരിലുള്ള ചെറുവാസിൽ നമ്പർ 1 കടന്നു വരുന്ന ആവേശകരമായ ഈ GBRനെ സംഗമം ബോട്ടുകൾക്ക് ഗോകുലത്തിന്റെ സെന്റ് സെബാസ്റ്റ്യൻ ദാനിയേൽ കണ്ണികൾ ക്യാപ്റ്റനായിട്ടുള്ള ദിലീപ് കുടുംബത്തിനടുത്ത് രഞ്ജനിടിവാൾ അമരം നയിക്കുന്ന നിരഞ്ജൻ അണിയം നയിക്കുന്ന സെന്റ് സെബാസ്റ്റ്യൻ ഗോകുലത്ത് നമ്മളുടെ GBRൽ ഈ വർഷത്തെ നെഹ്റു ട്രോഫി ജേതാക്കളായിട്ടുള്ള സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 എ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ തിരുത്തിപ്പുറം ബോട്ടുകളത്തിന്റെ തിരുത്തിപ്പുറം ബി ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള ചെറുപ്പം നയിക്കുന്ന അണിയം നയിക്കുന്ന ഉജ്ജ്വലമായ പ്രോജ്വലമായ പ്രാന്തമായ ഒരു മത്സരം. എന്റെ പ്രിയമുള്ളവരെ, രണ്ട് കൈനാഗങ്ങളെ പണ്ട് കമന്റേറ്റർമാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കൈനാഗങ്ങളെ പോലെ എന്ന് പറയാൻ കഴിയില്ല. പോലെ ആ കൈനാഗങ്ങളുടെ കളറൊക്കെ മാറ്റി നല്ല മെഴുമെടുത്ത കളറൊക്കെ അങ്ങനെ അടിച്ച് അവർ രണ്ടുപേരും പച്ചപ്പണ്ടായമൊക്കെ വീശി തിരുത്തിപ്പുറം TVCയുടെ ചുമക്കുട്ടുകൊണ്ട് അവരെ ആഞ്ഞുകുത്തി വരുമ്പോൾ ആ സെബാസ്റ്റ്യൻ അങ്ങനെ അയ്യട പോയട എന്നുള്ള ഉജ്ജ്വലമായ ഒരു പോരാട്ടം ഇതാ കടിയടങ്ങാത്ത കാട്ടുകമ്പന്റെ കൗര്യം. ഇതാ എന്റെ പ്രിയമായവരെ, ഇതൊരു മത്സരമാണോ? ഉജ്ജ്വലമായ പ്രോജ്വലമായ ഇന്ന് കുട്ടിയുടെ ജീവനക്കാരൊക്കെ അങ്ങനെ ഗോകുലത്തിൽ ഫസ്റ്റിനെ ആഘോഷമാക്കിക്കൊണ്ട് കടന്നു പോകുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. ദേവി സാറും വൈദ്യുതിയേട്ടനുമൊക്കെ വാട്ടർ അതോറിറ്റിയിലെ
ഈ സമയത്തൊക്കെ അങ്ങ് മാറ്റിമറിക്കുവാനായിട്ട് സ്റ്റാർട്ടിംഗ് തയ്യാറായി ഗരുഡൻ, പറന്നു വീഴുവാൻ തയ്യാറായി ഗരുഡനും, കുതിച്ചു പായുവാൻ തയ്യാറായി താടിയനും അത് തയ്യാറായി നിൽക്കുകയാണ്. ആ വരവിന് വേണ്ടിയിട്ട് ഈ വള്ളകളൊക്കെ നിർത്തിയിട്ട് പ്രത്യേകമായിട്ട് എന്ന വിശ്വാസത്തോടെ ഓരോ കുളച്ചിൽക്കാരനും ഇരുവള്ളങ്ങളിലെയും ഗരുഡനാണോ താടിയനാണോ ഇരുവള്ളങ്ങളിലും തൊഴിലെറിയുന്ന തുഴച്ചിൽക്കാര് അവർ നിങ്ങൾ നൽകുന്ന കയ്യടികളിൽ നിന്നും ആർപ്പുവിളികളിൽ നിന്നും ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു വരുന്ന ആ വരവ് കണ്ടോ, ഗരുഡൻ കടന്നു വരുന്നത് കണ്ടോ, താടിയൻ കുതിച്ചു വരുന്നത് കണ്ടോ. ഇവിടെ എന്തൊക്കെയോ നടക്കും. കാരണം ഇത് ജീവിയാത്രാക്കാണ്. ഓരോ തുഴച്ചിൽക്കാരുടെയും സ്വപ്നതുല്യമായ ട്രാക്ക്. ആ ട്രാക്കിൽ ഈ കളി ജയിക്കാനുള്ളതാണ് എന്നുള്ള തിരിച്ചറിവോടെ ഗരുഡനും താണിയനും തമ്മിലുള്ള മത്സരം. ഇവിടെ ഗരുഡൻ, ഇവിടെ താണിയൻ വന്നിട്ടുണ്ട്. ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയും എന്നെ അറിയാനുണ്ട് എന്ന ഭാവത്തോടെ താണിയൻ ഗരുഡനെ നോക്കി പറയുമ്പോൾ ഒറ്റയാൻ വീണ്ടും കാട് കയറി വന്നിരിക്കുന്നത് ജയിക്കാൻ തന്നെയാണ്. താണിയ, നിനക്ക് ഇത്തവണത്തെ GBR വിട്ടു തരില്ല എന്ന വാശിയോടെ ഗരുഡൻ ഇങ്ങനെ പറന്ന് കുതിച്ചു വരുന്നു. ഒന്നിച്ചു നിന്ന്, ഒന്നിച്ചു വന്ന്, ഒന്നിച്ചു തുഴഞ്ഞ് മനസ്സുകളെ ഒരേ നൂലിൽ കോർത്തിണക്കിക്കൊണ്ട് പ്രവചനങ്ങൾക്ക് അതീതമായ മത്സരമായി താടിയനും ഗരുഡനും രാമരൻ കണ്ണുകളെ പോലും ഉദ്വഹിപ്പിക്കുന്ന തരത്തില്, മനുഷ്യ മിഴികളെ അതിശയിപ്പിക്കുന്ന തരത്തില് കടന്നു വരുന്നു. കരകളിൽ അത്ഭുതങ്ങളൊക്കെ ആ പുള്ളികളിലൂടെ കയ്യത്തോടെ പാവത്തോടെ ബോധത്തോടെ കുതിച്ചു വരുന്ന താടി പറന്നു വരുന്ന ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നു വന്ന TBC ടച്ചിങ് ടൗൺ രതീഷിന്റെ ക്യാപ്റ്റൻസിയുടെ മികവിൽ ട്രാക്കിൽ ഒരു വഞ്ചി മുങ്ങിയിട്ടുണ്ട്. ഫിനിഷിംഗ് പോയിന്റിനപ്പുറം ഒരു വഞ്ചി മുങ്ങിയിട്ടുണ്ട്. കളിവണ്ണങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈഗലിൻ ദിലിൻ കല്ലിക്കൽ കുടുംബത്തിന്റെ സംഭാവനം ബി ട്രാക്കിലൂടെ ട്രാക്കില് ചെറിയൊരു വ്യത്യാസമുണ്ട്. സാധ്യപ്പെട്ടില്ലെങ്കിൽ മോന മഞ്ച സെറ്റ് ഫൈബർ ബോട്ട് അതിൻ്റെ മോന് മഞ്ച സെറ്റ് ഇതായിട്ട് വഞ്ചി വിടാൻ പോവുകയാണ്. ആ ബോട്ട് എവിടെയെങ്കിലും ഒതുക്കുക, വഞ്ചി സ്റ്റാർട്ടിങ്ങിലാണ്, സെമി ഫൈനലാണ്. നമുക്കറിയാം, നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ പഠിക്കണം. അല്ലേ? കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം നമുക്കൊരു അനുഭവം ഉണ്ടായതാണ്. അപ്പോൾ നമ്മൾക്കറിയാം, വിജയ ശ്രീലാളിതരായിട്ടുള്ള നമ്മളുടെ ഗരുഡനും താണിയും നല്ല ഉജ്ജ്വലമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ടാണ് താണിയൻ കടന്നു പോകുന്നത്. നമുക്ക് ആ താണിയന്റെ ആ താളത്തിൽ, ആ ഈണത്തിൽ, നെയ്വഴക്കത്തിൽ അവരങ്ങനെ തുടങ്ങി പോകുമ്പോൾ താണിയനും നല്ലൊരു കയ്യടി. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി വിജയത്തിന്റെ സ്വഭാവത്തിലായിരുന്നു താണിയൻ. പക്ഷേ ഒരു മത്സരം എന്ന് പറയുന്നത് വിജയ പരാജയങ്ങളുടെ കഥയാണ്. അങ്ങനെ കഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ തുരുത്തിന്റെ ഒരു എഴുത്തുകാരനുണ്ട്, സാബു പുളിക്കത്രയുടെ നിലാവ് കാണുന്ന പെൺകുട്ടി. ഒരു പുതിയ കഥാപുസ്തകമാണ് സാബുവിന്റെ. ആ പുസ്തകം നമ്മുടെ പള്ളിയുടെ മുൻപില് അത് നമ്മൾ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ പുസ്തകങ്ങൾ വായിക്കണം, വായിച്ചു വളരണം. തുരുത്തിന്റെ ചരിത്രം പേരുന്ന അവര് വളരെ കറുത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വലിയ ഒരു വണ്ടി തട്ടൊക്കെ ഇട്ട് അവരുടെ സന്തോഷങ്ങളെ പ്രകടമാക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളുടെ സെമി ഫൈനൽ പമ്പാവാസനും സെയിന്റ് സെബാസ്റ്റ്യനും തമ്മിലുള്ള സെമി ഫൈനൽ മത്സരമാണ് ഇനി നടക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ വർഷത്തെ
ഈ വർഷത്തെ കേരളത്തിലെ ചില മാമാങ്കം അല്ലെ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ള ആ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 അല്ലെ. അപ്പോ നമുക്ക് വിജയം എന്ന് പറയുന്നത് നമ്മുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്ന് സെന്റ് സെബാസ്റ്റ്യൻ 2025 തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെ തെളിയിച്ചു കഴിയുമ്പോൾ ജനമനസ്സുകളിൽ ആദരണീയമായ വള്ളംകളി പ്രേമികളുടെ മനസ്സിൽ ആദരണീയമായ ഒരു സ്ഥാനമുണ്ടായിരുന്ന ഒരു ജനരാജാവുണ്ടായിരുന്നു, വെള്ളിക്കുമിള. ആ വെള്ളിക്കുമിള ആ നമ്പർ 2 കണ്ണമാരി സ്വദേശി വാങ്ങി. അവിടെ നിന്ന് സെന്റ് സെബാസ്റ്റ്യൻ ബോട്ട് ക്ലബ്ബ് വാങ്ങി അത് സെന്റ് സെബാസ്റ്റ്യൻസ് വള്ളമാക്കി നീറ്റിലിറക്കിയപ്പോൾ വിജയത്തിന്റെ സോപാനത്തിലേറാൻ 2025 വള്ളംകളികളിൽ രാജകിരീടം ചൂടാൻ ഈ വിശുദ്ധൻ നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ വസൂരി പിടിവിട്ടപ്പോൾ ഇത് സെന്റ് മേരീസ് ഇടവകയായിരുന്നു. പക്ഷെ സെന്റ് മേരീസ് ഇടവക മാറ്റിക്കൊണ്ട് നമ്മൾ വിശുദ്ധന്റെ നാമധേയത്തിലാണ് ഗോതിരിച്ചിടവക. ആ വിശുദ്ധന്റെ നാമം പേറുന്ന സെന്റ് സെബാസ്റ്റ്യൻ അങ്ങനെ കടന്നു വരുമ്പോൾ കുറുമ്പത്തുരുത്ത് ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റൻ ആന്റണി ജോസഫ്, വൈസ് ക്യാപ്റ്റൻ റോബിൻ ആന്റണി, ലീഡിംഗ് ക്യാപ്റ്റൻ മാർക്ക് സ്റ്റാൻലിൻ, ടൈറ്റൻ കുറുമ്പത്തുരുത്ത് അവൻ നയിക്കുന്ന അതുൽ ആന്റണി അടിയൻ നയിക്കുന്ന ഉജ്ജ്വലമായ അങ്ങനെ ചുവന്ന പങ്കായം ഒരുമിച്ച് വീശിക്കൊണ്ട് ഇപ്പുറത്ത് നീല പങ്കായം അങ്ങനെ അങ്ങനെ അയ്യടാ പോയടാ എന്ന് പറഞ്ഞുകൊണ്ട് 2 വള്ളങ്ങൾ പമ്പാവാസൻ സെന്റ് സെബാസ്റ്റ്യൻ. എന്റെ കാണികളെ നിങ്ങളിങ്ങനെ തരിച്ചു നിൽക്കല്ലേ, അവരെ ഒന്ന് കൈയടിക്കൂ, പ്രോത്സാഹിപ്പിക്കൂ. ഉജ്ജ്വലമായ പ്രോജ്വലമായ പ്രൗഢമായ ഒരു മത്സരമല്ലേ, ചാത്തുളി പോലെ ഒപ്പത്തിനൊപ്പം അങ്ങനെ പമ്പാവാസ സെബാസ്റ്റ്യ ഇത് മത്സരം 2 പേരും. വഞ്ചി ഇങ്ങോട്ട് അടുപ്പിക്കരുത്, അവരെ ഒന്ന് സഹായിക്കുക, കുഴപ്പമില്ല. ആ കൊഴുത്തിക്കാരെ പ്രിയമുള്ളവർ ഇത് ശംഖുമുട്ടിയുള്ള വഴിയാണ് അല്ലേ. ഇത് പമ്പാവാസന സെബാസ്റ്റ്യൻ ഒപ്പത്തിനൊപ്പം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് പോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ഇത് A വിഭാഗത്തിലല്ല, 35 ആളുകൾ കയറിയിരിക്കുന്നതല്ല. B വിഭാഗത്തിന്റെ സെമി ഫൈനലായിട്ടുള്ളത് ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം. ആ പോരാട്ടത്തിന്റെ നെട്ടായം അത് ഗോകുലത്ത് GBRന്റെ സ്വന്തമാണ്. അങ്ങനെ ഇരു കരങ്ങളിലും നിന്നുകൊണ്ട് ആവേശപൂർവ്വം ജലോത്സവം കാണാൻ കഴിയുന്ന ഈ നെട്ടായത്തിൽ കഴിഞ്ഞ 88 വർഷമായി നടക്കുന്ന ഈ ജലമാമാങ്കത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഈ വെയിലുണ്ട്, ഈ വെയിലത്തെ ഒരു ഈ മത്സരിക്കാനുള്ള വള്ളങ്ങളുണ്ട്. വഞ്ചി വട്ടപ്പുഴയാണ്. അതൊന്ന് മക്കളെ ആ ട്രാക്ക് ഒരല്പം നീങ്ങിയാൽ നമുക്കറിയാം ഒരു മത്സരത്തിൽ ഹരീഷ് പമ്പാവാസന്റെ ഹരീഷ് എത്രയും പെട്ടെന്ന് നമ്മുടെ പവനിയിൽ എത്തിച്ചിരുന്നു. 2 ദേശങ്ങൾ തമ്മിലുള്ള 2 നാടുകൾ തമ്മിലുള്ള ആവേശകരമായ മത്സരം. നാടുകൾ തമ്മിൽ സൗഹൃദമുണ്ട്, പക്ഷേ GBR ട്രാക്കില് ആ ഒരു സൗഹൃദമല്ല, വീറിട്ട് പോരാട്ടം. ആ പോരാട്ടത്തിന് അവസാനം ഫിനിഷ് പോയിന്റിലേക്ക് കുതിച്ചു വരുന്ന 2 വള്ളങ്ങൾ ഗോതിരുത്താണോ മടപ്ലാതുരുത്താണോ, പുതുമയുടെ ഗന്ധമുള്ള 2 വള്ളങ്ങൾ. വിജയം നൽകിയ ആ ഒരു പുതുമയിൽ നിൽക്കുമ്പോഴും വിജയം നൽകിയ ആത്മവിശ്വാസത്തിന്റെ കരുത്തില് 2ാം സെമി ഫൈനലില് ഗോതിരുത്തും മടപ്ലാതുരുത്തും കുതിച്ചു വരുന്ന കാഴ്ച. അങ്ങനെ 2 വള്ളങ്ങൾ കുതിച്ചു വരുമ്പോൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് നിൽക്കാതെ ആ വള്ളം രാജിച്ചേട്ടാ ഞങ്ങൾ ഫിനിഷ് പോയിന്റിലേക്ക് പോകരുത്. അങ്ങനെ കടന്നു വരുന്ന 2 വള്ളങ്ങൾ GBC ഗോപുരത്തിന്റെ കൂട്ടായ്മയുടെ മികവില് കുതിച്ചു വരുന്ന കാഴ്ച കണ്ടിട്ട് അനങ്ങാതെ നിൽക്കല്ലേ എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ. കൈയടിച്ച് അവരെ ഒന്ന് മാടി പിടിച്ച് വാ മക്കളെ, കേറിവാണോ മക്കളെ എന്നുള്ള രീതിയിൽ ഗോപുരത്താണ് കടന്നു വരുന്നത്. ഗോപുരത്തുകാർക്ക് ഗോപുരത്ത് ആവേശം കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരാണ് ആവേശം കൊടുക്കുക? മടപ്രാതിരത്തിലെ കായിക പ്രേമികളെ മടപ്രാതിരത്തിലെ ആവേശം കൊടുത്തില്ലെങ്കിൽ ആരാണ് ആവേശം കൊടുക്കുക? ഇതാ വരുന്ന വരവ് കണ്ടോ. ഇതുവരെയുള്ള മത്സരങ്ങൾ പോലെ തന്നെ ഇഞ്ചോടിച്ച് പോരാടി വീറോട് മുന്നോട്ട് കുതിച്ചു വരുന്ന ഗോതിരുത്ത് മടപ്രാതിരത്ത് ആവേശം നിറഞ്ഞു നിൽക്കുന്ന മത്സരമാണ്. ഏട്ടാക്കിലൂടെ കടന്നു വരുന്ന ഗോതിരുത്ത് അല്പം മുന്നിലാണോ? ഇല്ല, വിട്ടുതരാൻ തയ്യാറില്ല. കാരണം നാടിന് വാക്ക് കൊടുത്തിട്ട് കടന്നു വരുന്നവരാണ് ഞങ്ങൾ മടപ്രാതിരത്തുകാര്. ഇതാ വാശിയേറിയ മത്സരം കുതിച്ചു വരുന്നത് കണ്ടോ. അവസാന നിമിഷത്തെ കുതിപ്പ് കണ്ടോ. ആ ഒരു അണിയവും അമരവും താളത്തിൽ വേഗത്തിൽ കുതിച്ച് തുഴഞ്ഞ് അങ്ങ് കുത്തി തുഴഞ്ഞ് കടന്നു വരുന്ന കാഴ്ച ഏട്ടാക്കിലൂടെ ഗോതിരുത്ത് അല്ല, വിട്ടുതരില്ല മടപ്രാതിരത്ത് ഗോതിരുത്ത് മടപ്രാതിരത്ത്. ഇല്ല, അവസാന നിമിഷത്തിലെ കുതിപ്പ് മടപ്രാതിരത്തിലെ ഫിനിഷ് പോയിന്റിലേക്ക് അങ്ങനെ പാഞ്ഞ്
പ്രിയമുള്ളവരെ, സെമി ഫൈനലിൽ ഒരു റിസൾട്ട് ബാക്കിയുണ്ട്. പമ്പവാസനും സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 തമ്മിലുള്ള പുത്തമ്പറമ്പിലും തമ്മിലുള്ള ഉജ്ജ്വലമായ ഒരു മത്സരമാണ് ഇനി നമുക്ക് നടക്കാനുള്ളത്. ഗോകുലത്ത് പുത്രൻ PDPC പൈനൂർ ദേശത്തിന്റെ ഗോകുലത്ത് പുത്രൻ ക്യാപ്റ്റൻ ജൂഡ് KF ക്യാപ്റ്റനായിട്ടുള്ള ഏട്രാക്കിലൂടെ അമരം സുനി നയിക്കുന്ന അണിയം സനു നയിക്കുന്ന ഗോകുലത്ത് പുത്രൻ, അത് ഗോകുലത്തിന്റെ പുത്രൻ. അങ്ങനെ പുത്രൻ വരുമ്പോൾ ഇതാ ഒരു പുത്തൻപറമ്പിൽ ട്രാക്കിലൂടെ വീരസേനാപതി ഒരുമനയൂരിന്റെ ജിബിൻ പുത്തൻപറമ്പിൽ ക്യാപ്റ്റനായിട്ടുള്ള പുത്തൻപറമ്പിൽ ഈ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, ഞാനിവിടെ സൂചിപ്പിച്ചു, നിങ്ങളൊക്കെ ഈ മത്സരം ഒന്ന് കാണുമ്പോൾ ഇവിടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒപ്പത്തിനൊപ്പം കട്ടക്കെട്ട് വരുന്ന മത്സരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുത്തൻപറമ്പിലും നമ്മുടെ പുത്തൻപറമ്പിലും അതോടൊപ്പം തന്നെ ഗോകുലത്ത് പുത്രനും ഒരു രാജവീതി ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കൂ. അങ്ങനെ കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള ട്രാക്കിലൂടെ ഗോകുലത്ത് പുത്രൻ കടന്നു വരുന്നു. ഈ ട്രാക്കിലൂടെ പുത്തൻപറമ്പിൽ ആരാണ് പിന്നിൽ, ആരാണ് പുറകിൽ നമുക്കറിയാം. ഗോകുലത്തിന്റെ പുത്രൻ, ആ ഗോകുലത്തിന്റെ പുത്രൻ കടന്നു വരുമ്പോൾ ആ പുത്തൻപറമ്പിലും ഗോകുലത്തുകാരുടെ വഞ്ചിയാണ്. രണ്ട് ഗോകുലത്തുകാര് അങ്ങനെ താളത്തോടെ ഒരേ സ്വരത്തോടെ മെയ്യഴകിലാക്കി പുറയെറിഞ്ഞു വരുന്ന പുത്തൻപറമ്പിൽ, അങ്ങനെ പുത്തൻപറമ്പിൽ പുത്രൻ ഗോകുലത്ത് പുത്രൻ താളത്തിൽ അമരത്തും. അങ്ങനെ ആ ഒരു കരുത്തിലാണ് അടുത്ത മത്സരത്തിൽ പമ്പവാസൻ കടന്നു വരുന്നത്. ഇരുവള്ളങ്ങളും എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കടന്നു ചെല്ലേണ്ടതാണ്. പമ്പവാസനുമായിട്ട് വീണ്ടും ഒരംഗത്തിനായിട്ട് കുറുമ്പത്തുരുത്ത് KBC കുറുമ്പത്തുരുത്തിന്റെ കരുത്തിൽ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ആന്റണി ജോസഫിന്റെ ക്യാപ്റ്റൻസിയുടെ മികവ്, റോബിൻ ആന്റണിയുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നാട്ടുകാരെ ഗോകുലത്ത് വള്ളംകളി നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ആവേശമായി പുരോഗമിച്ചു. സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 കഴിഞ്ഞ വരയിൽ ആവർത്തിച്ച ആ ഒരു തുല്യത, ഇനി തുല്യതയില്ല, ഇനി വ്യക്തമായ ലീഡ് നേടിക്കൊണ്ട് വിജയിക്കുമെന്നുള്ള വാശിയോടെ പമ്പവാസൻ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ട്രാക്കിലൂടെ കടന്നു വരുന്നു. ആഗ്നേയ പ്രദേശത്തിന്റെ ക്യാപ്റ്റൻസിയുടെ മികവിൽ പമ്പവാസൻ ഇതാ ഉദിച്ചു വരുന്ന കാഴ്ച. ആന്റണി ജോസഫിന്റെ ക്യാപ്റ്റൻസിയുടെ മികവിൽ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 KBC കുറുമ്പത്തുരുത്തിന്റെ കൂട്ടായ്മയുടെ കരുത്തിൽ ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥന ഏറ്റുവാങ്ങിക്കൊണ്ട് കുറുമ്പത്തുരുത്തിന്റെ ആ ചുണക്കുട്ടന്മാര് തുഴഞ്ഞു വരുന്ന കാഴ്ച. സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ആണോ BBC ഇല്ലിക്കലിന്റെ ആ ഒരു മികവിന്റെ കരുത്തിൽ കടന്നു വരുന്ന പമ്പവാസനാണോ വിജയിക്കുക? ഇല്ല, വിട്ടുതരില്ല. വ്യക്തമായ ലീഡ് നേടിക്കൊണ്ട്, വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഫൈനലിലേക്കുള്ള ടിക്കറ്റ് എടുക്കുവാൻ മുൻകൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ചു വന്ന രണ്ട് വള്ളങ്ങൾ പമ്പവാസനാണോ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ആണോ? വിട്ടുകൊടുക്കാൻ ഒരു ഒത്തുതീർപ്പിനും തയ്യാറാകാത്ത രണ്ട് വള്ളങ്ങൾ തമ്മിലുള്ള പോരാട്ടം. ഇത് ഫൈനലിലേക്കുള്ള മത്സരമാണ്. ചുമ്മാ നിൽക്കല്ലേ, ഒന്ന് കൈയടിക്ക്. ഇരു കരകളിലും ആയിരക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് കായിക പ്രേമികൾ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ കൈയടികൾക്കിടയിലൂടെ കടന്നു വരട്ടെ, രാജകീയമായ വിജയത്തിലേക്ക് ഫിനിഷിംഗ് പോയിന്റിൽ ചുംബിക്കുവാനായിട്ട് ചുണ്ടോട് ചുണ്ടു ചേർക്കുന്ന ഒരവസ്ഥ. ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു കൂട്ടായ്മയുടെ മികവിൽ ഇങ്ങനെ കരുത്തോടെ കുതിച്ചു വരുന്ന, പറന്നു വരുന്ന പമ്പവാസൻ അല്ല സെന്റ് സെബാസ്റ്റ്യൻ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്ത രണ്ട് വള്ളങ്ങൾ തമ്മിലുള്ള ആവേശകരമായ മത്സരമാണ്. ഫിനിഷിംഗ് പോയിന്റിനെ ചുംബിക്കുവാനായിട്ട് അതാ കടന്നു വരികയാണ്. ജനത്തിലാണോ അതുലാണോ? രണ്ട് അമരക്കാരിലൊക്കെ ഇല്ല, വീണ്ടും തുല്യതയിലേക്ക് വീണ്ടും തുല്യ ശക്തികളായി പോരാടുവാനുള്ള വാശിയേറിയ ഒരു മത്സരമാണ്. ഗരുഡനും തമ്മിലുള്ള ഇഞ്ചോടിഞ്ചുള്ള മത്സരം. പ്രിയമുള്ളവരെ, അഴകാർന്ന തേരാറ്റിൻ നീരൊഴുക്ക്. പ്രിയമുള്ളവരെ, മോനെ കിരണേ മോനെ, നിങ്ങളൊന്ന് ആ ട്രാക്കിൽ നിന്ന് മാറുക. ഒരു കൊച്ചി ഒരു കൊച്ചു ടീഷർട്ടൊക്കെ ഇട്ട് അവനും അവന്റെ അച്ഛനാണോ ജ്യേഷ്ഠനാണോ എന്നാവോ വെള്ളത്തിൽ കിടന്ന് അച്ഛൻ സപ്പോർട്ട് ചെയ്യുകയാണ്. മക്കളെ, നിങ്ങള്
ആ പച്ചവഞ്ചി ഒന്ന് മാറ്റിക്കൊടുക്കുക. മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. TBC തുരുത്തിപ്പുറത്തിന്റെ തുരുത്തിപ്പുറം ഇതാ കടന്നു വരികയാണ്. ഉജ്ജ്വലമായ ഒരു മത്സരം. തുരുത്തിപ്പുറവും ഗരുഡൻ 2025 നേടിയ ഗരുഡൻ. ആ ഗരുഡൻ TBC കൊച്ചിൻ ടൗണിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഈ 2025 തൃപ്രയാർ വിജയായിട്ടുള്ള സൂരജ് അണിയം വഹിക്കുന്ന ആ ഉജ്ജ്വലമായ ഒരു മത്സരം. പ്രിയമുള്ളവരെ, രണ്ട് വള്ളങ്ങൾ അങ്ങനെ നമ്മളുടെ കാഴ്ചയെ തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഇഞ്ചോടുള്ള മത്സരം. വെള്ളപ്പങ്കായമൊക്കെ കുത്തിയെറിഞ്ഞ് അങ്ങനെ പച്ച ജേഴ്സിയൊക്കെ അണിഞ്ഞ് അങ്ങനെ ഗരുഡനും തുരുത്തിപ്പുറവും കടന്നു വരുമ്പോൾ അവരുടെ രാജരീതി അവർക്ക് അവകാശപ്പെട്ടതാണ്. അവർക്ക് മാറി നൽകാൻ നമ്മളുടെ കളിവളങ്ങൾക്ക് കഴിയണം. തുരുത്തിപ്പുറമേ, അതാ ഗരുഡ, നിങ്ങൾ രണ്ടുപേരും അങ്ങനെ കളിയടങ്ങാത്ത കാട്ടുകൊമ്പനെ പോലെ പോലെ മാറോടക്കി ചിന്തിക്കാനായിട്ട് കടന്നു വരുന്ന കാണികളെ നിങ്ങൾ ഗരുഡനാണോ തുരുത്തിപ്പുറമാണോ? ഉജ്ജ്വലമായ ഗരുഡനാണോ തുരുത്തിപ്പുറമാണോ? അതെ, ജഡ്ജ്മെന്റ് ഇവിടെ ഫലം നൽകിയിട്ടുണ്ട്. ബി ട്രാക്കിലൂടെ കടന്നു വന്നോ ഗരുഡൻ വള്ളം അങ്ങനെ വിജയശ്രീലാളിതനായി. രണ്ട് മത്സരങ്ങൾ 4 വള്ളങ്ങൾ. അപ്പോൾ മനുവിനോട് പറയാണ് 2 മത്സരം ഞാൻ പറഞ്ഞപ്പോൾ 4 പോയി. അപ്പോൾ തീർച്ചയായിട്ടും അത് ഞാൻ സൂചിപ്പിച്ചു. നമ്മളൊരു എ ട്രാക്കിലൂടെ നമ്പർ 2, ബി ട്രാക്കിലൂടെ മണപ്പുറാതുരത്ത് സ്റ്റാർട്ടറുടെ വിസിലടിക്ക് കാതോർത്തുകൊണ്ട് കാത്തിരിക്കുന്ന കുട്ടികളെ പോലെ അവിടെ അതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തയ്യാറായി കഴിഞ്ഞു. അതിനിടയിൽ നിന്നു നമ്പർ 2 ജയം ആവർത്തിക്കുവാനായിട്ട് GBRനെ ചുംബിക്കുവാനായിട്ട് കുടുംബത്തിരുത്തിന്റെ പ്രാർത്ഥനയും ആശംസയും ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു ജനതയുടെ ആശംസയും പ്രാർത്ഥനയും മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് കുടുംബത്തിരുത്തിന്റെ ചുടക്കുട്ടന്മാർ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2മായി കടന്നു വരുമ്പോൾ KBC കൊളംകോട്ടയുടെ ആശംസയും പ്രാർത്ഥനയും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ നാടിന്റെ ആർപ്പുവിളികളും ആശംസകളൊക്കെ ചങ്കോട് ചേർത്ത് വെച്ചുകൊണ്ട് കടന്നു വരികയാണ്. നിലനിൽക്കുന്ന സമയമത്രയും തുളഞ്ഞുകൊണ്ട് ജ്വലിച്ചുകൊണ്ട് കടന്നു വരുന്ന കുതിച്ചു വരുന്ന വരവ്, രാജകീയ വരവ്, പറക്കാൻ പറന്നുയരാൻ കരുത്തുണ്ട്. കുടുംബത്തിരുത്ത് പറന്നു വരുന്നത് കാരണം മടപ്ലാതിരുത്ത് നാടിന്റെ പ്രാർത്ഥനയുണ്ട്, നാടിന്റെ ആവേശമുണ്ട് കരുത്തായി എന്ന് പറഞ്ഞുകൊണ്ട് കാണൂ ഈ കാണുന്ന ആരാധകരുടെ ആവേശമുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ആവേശം ഒട്ടും കാണുന്നില്ല. ഫൈനലാണ് ഫൈനലിന്റെ ആവേശം കൈയടിച്ചും ആർപ്പ് വിളിച്ചും കൊടുത്തുകൂടെ അവർക്ക് ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി കളിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 കുതിച്ചു വരുമ്പോൾ ഈ GBRന്റെ നായകൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മടപ്രാതിരുത്ത് ജോർജ് സാറിനെ പോലെ ഇങ്ങനെ കടന്നു വരികയാണ്. അത് വാശിയേറിയ മത്സരം. ഇതെന്റെ കഥയാണ്. GBRന്റെ 88ാമത് GBRന്റെ വിജയി ഞാനാണ്, എന്റെയാണ് ഈ കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വള്ളംകളിയിലെ നായകൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തല ഉയർത്തി നെഞ്ചുവിരിച്ച് കണ്ണിൽ നോക്കി ചക്കരപ്പോടെ കുതിച്ചു വരുന്ന എന്നൊക്കെ പറയുന്നത് പോലെ തോളോട് തോൾ ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് പോരാടിക്കൊണ്ട് കടന്നു വന്നു. അതിലുള്ള ചക്കുപറിച്ച് തെളിയുമ്പോൾ അതാ ഫൈനലിന്റെ കരുതല്ല ആവേശം കാണുന്നുണ്ട്. കുതിച്ച് അവസാന നിമിഷത്തെ കുതിച്ച് ഇന്ത്യക്ക് പോരാട്ടം. മടപ്ലാതിരുത്ത് നാടിന്റെ കൂട്ടായ്മയും പ്രാർത്ഥനയും ആവേശവും ഏറ്റെടുത്ത് തുടങ്ങി വന്നപ്പോൾ GBR സ്വപ്നതുല്യമായ നേട്ടം കൈവരിച്ചുകൊണ്ട് ശിരസുയർത്തി മുന്നോട്ട് പോകുമ്പോൾ വലിച്ച വലികളിലൊക്കെയും ആവേശത്തിന്റെ ആ ഒരു പൂർണ്ണത ആവേശം നിറച്ചുകൊണ്ട് കടന്നു വന്ന സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 കൈയടിക്ക് അർഹമാണ്. ഈ അവസാനത്തെ നിമിഷം കൊണ്ട് ഫിനിഷിംഗ് പോയിന്റിൽ കൂടെ മുക്കല്ലേ അല്ലേ? അവിടെ ഒരു വള്ളം പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് കഴിക്കല്ലേ അല്ലേ? കൊതിപ്പിച്ച് കഴിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. ഏതായാലും ആവേശം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന GBR 2K25 മടപ്ലാതിരുത്ത് B ഗ്രേഡ് വള്ളംകളിയിലെ ജേതാവായപ്പോൾ അടുത്തത് ചിക്കൻ
ഗരുഡനും പുത്തമ്പറമ്പിലും ഗരുഡനും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിച്ചേരേണ്ടതാണ്. ഇനി 88ാമത് ഗോകുലത്ത് ഏറെ സ്നേഹത്തോടുകൂടെ തന്നെ ഈ വള്ളംകളിയെ കുറിച്ച് നമുക്കറിയാം പല തരത്തിൽ വിശിഷ്ടെടുത്ത് ഡോക്ടറേറ്റ് നേടുന്ന ആളുകളുണ്ട്. പക്ഷെ വള്ളംകളിയുടെ ചരിത്രത്തെ കുറിച്ച് ഡോക്ടറേറ്റ് നേടിയിരിക്കുന്ന അവരൊക്കെ ഉടൻ തന്നെ സമ്മാനദാനം നടക്കും. സമ്മാനദാനം നമ്മൾ ഈ പവനയിൽ വെച്ചല്ല, നമ്മളുടെ ക്ലബ് ഓഫീസിൽ വെച്ചാണ്. കാരണം ക്ലബ് ഓഫീസ് എന്ന് പറയുമ്പോൾ മനോഹരമായിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് നൽകിയിട്ടുള്ള 41 പറഞ്ഞോ ആ വഞ്ചി, ആ ഗരുഡനും പിന്നെ ആരാണ് പുത്തൻപറമ്പിലും ഉടൻ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തിച്ചേരുക. ആ മിടുക്കലും സന്തോഷമായി. 42 പറഞ്ഞോ വേണ്ട. അപ്പോൾ സന്തോഷകരമായി തന്നെ ഈ തിരുനാളും 88ാമത് ഗോകുലത്ത് വള്ളംകളിയും അങ്ങനെ നടക്കണം. അത് പരിപൂർണ സന്തോഷത്തോടുകൂടി പരിസമാപ്തിയിൽ എത്തണമെന്നുള്ളതാണ് ഇതിന്റെ ആ എല്ലാ കളി വള്ളങ്ങളും അല്ലേ. അവരിവിടെ വന്നിട്ട് പറയാൻ എന്താണ് പറയുന്നത്, ഈ ട്രാക്കിൽ കിടക്കുന്ന വൈദ്യുതികളാണ് ഇതൊന്നും ഞങ്ങൾക്കൊന്നും ഒരു കൂസലല്ല, പിന്നെ വഴി ഉണ്ടാക്കി പോകണം അല്ലേ. വഴി വെട്ടിത്തരാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല, വഴി ഉണ്ടാക്കി പോകണം അല്ലേ. നമുക്കറിയാം നമ്മുടെ കാരണന്മാരൊക്കെ വഴി തെളിച്ചിട്ട് വരും. അപ്പൊ ആ വഴി ഉണ്ടാക്കി പോകണമെന്നാണ് ഈ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. എല്ലാവരും എല്ലാവരും ഈ ട്രാക്കില് ഇങ്ങോട്ടേക്ക് മാറ്റി മക്കളെ ആ ട്രാക്ക് കുറ്റിയുടെ തമ്മിലുള്ള യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ വിജയപരാജയങ്ങളെ സൃഷ്ടിക്കുക. ഈ ഗരുഡനും പുത്തൻപറമ്പിലും തമ്മിലുള്ള ആ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. അഴകാർന്ന തേരാറ്റിൽ നീരൊഴുക്ക് കടലോട് ചേരുന്നിടത്ത് വീരസാഹസികതയുടെ കനലുകത്തുന്ന പഴങ്കഥകൾ പാടുന്ന തുരുത്ത്, ആ തുരുത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടാൻ 88ാമത് ഗോകുലത്ത് ജലമാമാങ്കത്തിന്റെ ഫൈനൽ മത്സരം ഗരുഡനാണോ ഈ 88ാമത് ട്രോഫി, അതോ പുത്തൻപറമ്പിലാണോ? പുത്തൻപറമ്പിലും ഗരുഡനും തമ്മിലുള്ള പ്രോജ്വലമായിട്ടുള്ള ഒരു മത്സരമാണ്. ഇതാ പുത്തൻപറമ്പിൽ എ ട്രാക്കിലൂടെ ഗോകുലത്ത് ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ഇതാ ഗരുഡൻ ബി ട്രാക്കിലൂടെ മൂത്തുകുന്നം ഭാഗത്തുകൂടെ കടന്നു വരികയാണ്. ഗരുഡൻ TBC കൊച്ചിൻ ടൗണിന്റെ ഗരുഡൻ ഇന്ത്യൻ കല്ലുകൾ ക്യാപ്റ്റനായിട്ടുള്ള സൂരജ് അണിയം നയിക്കുന്ന നാസർ അമ്പലത്ത് അവരം നയിക്കുന്ന രതീഷും ശരവണനും അവരം നയിക്കുന്ന ഗരുഡൻ ബി ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ പുത്തൻപറമ്പിൽ വീരസേനാപതി ഉരിമനയൂരിന്റെ ജിബിൻ പുത്തൻപറമ്പിൽ ക്യാപ്റ്റനായിട്ടുള്ള മനോജാസാനും സതീഷും അവരം പിടിക്കുന്ന ഉജ്ജ്വലമായ ഇതാ കാളക്കൂത്തിന്റെ കരിയിറങ്ങാത്ത കാളക്കൂറ്റത്തിന്റെ അഴകോടുകൂടി ഇതാ കടന്നു വരികയാണ്. കാണികളുടെ നെഞ്ചിരിപ്പിന്റെ താളം പോലും തകിടം മറിച്ച് തുളസിക്കാരുടെ പങ്കാളത്താളം ഈ താളമുള്ള മക്കളെ നമ്മളെ കേൾക്കാൻ ആഗ്രഹിച്ചത് ഇതാ ഗരുഡനാണോ പുത്തൻപറമ്പിലാണോ? കാണികളെ ആവേശമുടങ്ങട്ടെ, ആഘോഷങ്ങൾ ഉയരട്ടെ. ഇതാ ഗരുഡൻ പുത്തൻപറമ്പിൽ മത്സരമാണ്. ഇത് ഇന്ത്യയുള്ള മത്സരം. പ്രിയമുള്ളവരെ ഗരുഡനും പുത്തൻപറമ്പിലും തമ്മിലുള്ള ഉജ്ജ്വലമായ ഒരു മത്സരം എവിടെയൊക്കെ കപ്പ് നഷ്ടപ്പെട്ടാലും ആ ഗോകുലത്ത് GBRന്റെ 88ാമത് വള്ളംകളിയിൽ മുത്തമിടണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചു വന്ന ഗരുഡൻ, ആ ഗരുഡന്റെ ആ ടീമംഗങ്ങളെ, അവരുടെ ടീം സ്പിരിറ്റിനെ, അവരുടെ കഠിനാധ്വാനത്തെ, അവരുടെ കുടുംബത്തിന്റെ സപ്പോർട്ടിനെ, അവരുടെ സഹോദരിമാരുടെ, അവരുടെ ഭാര്യമാരുടെ, അവരുടെ അമ്മയുടെ ഒക്കെ സ്നേഹത്തിന്റെ ആ ഒരു പരിലാളനയുടെ, അവരുടെ പ്രോത്സാഹനത്തിന്റെ പരിണിത ഫലമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ 88ാമത് ജലമാമാങ്കവും ഇവിടെ
ദേവസ്വമായ SSCയുടെയും GPRന്റെയും ഈ ചേർത്തുപിടിക്കലിന്റെ ഈ കരുതലിന്റെ എല്ലാ നന്മകളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് നല്ല മനസ്സുകളുണ്ട്. ആ മനസ്സുകളുടെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെയൊക്കെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹലോ 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 എൺപത്തിയെട്ടാമത് ഗോതുരുത്ത് വള്ളംകളിക്ക് പരസമാപ്തി കുറിച്ചുകൊണ്ടുള്ള സമ്മാനദാനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ വള്ളംകളി ഇത്രയും വിജയകരമാക്കുവാൻ ഞങ്ങളോട് സഹകരിച്ച എല്ലാ നല്ലവരായ വള്ളംകളി പ്രേമികളോടും SSCയുടെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. വള്ളംകളി മത്സരത്തിൽ വിജയികളായ വള്ളങ്ങളുടെ തുഴച്ചിൽക്കാരൻ, ക്യാപ്റ്റന്മാർ എല്ലാവരും ഈ ഓഡിറ്റോറിയത്തിനടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ വള്ളങ്ങളിൽ പങ്കെടുത്ത എല്ലാ വള്ളങ്ങളുടെയും പ്രതിനിധീകരിച്ച് തുഴച്ചിൽക്കാരോ ക്യാപ്റ്റന്മാരോ അവർക്കുള്ള ട്രോഫികൾ ഇവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. വിജയികളായ എല്ലാ വള്ളങ്ങളിലെയും തുഴച്ചിൽക്കാരും ക്യാപ്റ്റന്മാരും ഈ ഓഡിറ്റോറിയത്തിനടുത്തേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.